ഇത്ര അഡ്വേഴ്സ് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിലവിൽ ഇപ്പോൾ നമ്മുടെ GDP നടത്തിയിരിക്കുന്ന ഒരു പ്രകടനത്തെ സംബന്ധിച്ചിടത്തോളം താങ്കൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ ചോദിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ അതായത് 7.6% നിന്ന് നിലവിലിപ്പോൾ ഒരു 6.9% GDP ചുരുങ്ങാനുള്ള ഒരു സാധ്യതയെ സംബന്ധിച്ചിടത്തോളമാണ് നിലവിലിപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ രീതിയിൽ GDP ഒരു കുറവുണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ ക്രെഡിറ്റ് സിസ്റ്റത്തെ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഗ്രോത്തിനെയും അതുപോലെ തന്നെ ബാധിക്കാനുള്ള ഒരു സാഹചര്യം കൂടി താങ്കൾ കാണുന്നുണ്ടോ? വായ്പാ ലഭ്യത പ്രത്യേകിച്ചും ഫോർമൽ ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്നുള്ള ഫോർമൽ സാമ്പത്തിക ഒരു സംവിധാനത്തിൽ നിന്നുള്ള ബാങ്കുകളാവട്ടെ, ബാങ്ക് ഇതര സാമ്പത്തിക സ്ഥാപനങ്ങളാവട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫോർമൽ സാമ്പത്തിക ഒരു സാഹചര്യങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പാ ലഭ്യത ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ വികസനത്തെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്കറിയാം, ഈ റിസർവ് ബാങ്കിന്റെ ഗവർണർ എന്ന് പറഞ്ഞത് ക്രെഡിറ്റ് ഗ്രോത്ത് 9% അടുത്ത് നിൽക്കുന്നു എന്നാണ്. ആവറേജ്, ഇൻഡസ്ട്രി ആവറേജ്. അത് ലൊക്കേഷൻ അനുസരിച്ചും ജോഗ്രഫി അനുസരിച്ചും ചിലപ്പോൾ ഓരോ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അനുസരിച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും ഇന്ത്യയിൽ ആകമാനം ശരാശരി 9% ക്രെഡിറ്റ് ഗ്രോത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ കുറവാണ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് ഏകദേശം ക്രെഡിറ്റ് ഗ്രോത്ത് 11 മുതൽ 12% വരെ ആവറേജ് ക്രെഡിറ്റ് ഗ്രോത്ത് ഉണ്ടായിരുന്നു, വായ്പയുടെ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് 7.6% GDP നമുക്ക് കഴിഞ്ഞ വർഷം എത്താൻ സാധിച്ചത്. അപ്പൊ ഈ വർഷത്തിലേക്ക് വരുന്ന സമയത്ത് ക്രെഡിറ്റ് ഗ്രോത്ത് ഇപ്പോഴുള്ളത് 9% ആണ്. വായ്പയുടെ ആ വളർച്ചാ നിരക്ക് 9% ആണ്. പക്ഷെ അപ്പോൾ അവിടെ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു കൺസേൺ ഇപ്പോഴും ഉള്ളത്, പ്രത്യേകിച്ചും ഈ ഫോർമൽ ആയിട്ടുള്ള ഔപചാരികമായിട്ടുള്ള ബാങ്കിങ് സ്ഥാപനങ്ങൾ അതുപോലെയൊക്കെയുള്ള വായ്പ ഒരു സംവിധാനത്തിൽ ഒരു ചലഞ്ച് ഉള്ളത് ലിക്വിഡിറ്റിയുടെ ഒരു കുറവാണ്. അപ്പം ബാങ്കുകൾക്ക് തുടർച്ചയായിട്ട് വായ്പ നൽകാനായിട്ട് വളർച്ചയ്ക്ക് ആനുപാതികമായിട്ടുള്ള രീതിയിൽ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വായ്പകൾ നൽകാനായിട്ടുള്ള ഒരു റിസോഴ്സസ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ബാങ്കുകളുടെ കയ്യിൽ ഉണ്ടാവണം. അവിടെ ഒരു ചലഞ്ച് ബാങ്കുകൾക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാര്യം RBI ഗവർണർ ഇന്ന് സൂചിപ്പിച്ചത് ശരാശരി ഡെയിലി 2.3 ലക്ഷം കോടി രൂപ സർപ്ലസ് ആണ് സിസ്റ്റത്തിൽ എന്ന് പറയുമ്പോഴും അത് ഓവറോൾ സർപ്ലസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ബാങ്കുകളുടെ കയ്യിലുള്ള സർപ്ലസിനെ കുറിച്ച് മാത്രമല്ല. അപ്പൊ ബാങ്കുകളുടെ കയ്യിൽ സർപ്ലസ് സഫീഷ്യന്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബാങ്കുകൾക്ക് സാധിക്കുള്ളൂ, വായ്പകൾ നൽകാൻ സാധിക്കുള്ളൂ, ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ നൽകാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ലിക്വിഡിറ്റി മാനേജ്മെന്റിന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു സപ്പോർട്ട് ഈ ഒരു സംവിധാനത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ്സ് വഴി അങ്ങനെ ലിക്വിഡിറ്റി സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ CRR വന്നിരിക്കുന്ന കുറവ്, ഫോറക്സ് സാപ്പ് വഴി കൊണ്ടുവന്നിരിക്കുന്ന ലിക്വിഡിറ്റി മാനേജ്മെന്റിന് അതുപോലെ തന്നെ റീപ്പോ റേറ്റിൽ കുറച്ചുകൊണ്ടുള്ള ഒരു ലിക്വിഡിറ്റി അഡീഷണൽ സപ്പോർട്ട്, അങ്ങനെ അതുപോലെ തന്നെ ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വഴിയുള്ള സപ്പോർട്ട്, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് വഴി ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട് താൻ. പക്ഷേ ഇന്നത്തെ മോണിറ്ററി പോളിസിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ അങ്ങനെ പ്രത്യേകിച്ച് ഈ രീതിയിൽ ഞങ്ങൾ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യും എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ലിക്വിഡിറ്റി ആവശ്യമായ രീതിയിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി സിസ്റ്റത്തിൽ എൻഷുർ ചെയ്യാനായിട്ടുള്ള നടപടികൾ എടുക്കും, അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും, സമയാസമയങ്ങളിൽ യുക്തമായ തീരുമാനങ്ങൾ ഉണ്ടാവും എന്ന് ഒരു കോൺഫിഡൻസ് സിസ്റ്റത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ കോൺഫിഡൻസോട് കൂടെ ഇതുപോലെ ഈ മറ്റു വെല്ലുവിളികളെല്ലാം തന്നെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ 6.9% സപ്പോർട്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു ലിക്വിഡിറ്റി സിസ്റ്റത്തിലേക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എൻഷുർ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു കോൺഫിഡൻസ് ആണ് ഇന്ന് ഗവർണർ നൽകിയിരിക്കുന്നത്.